ഈ കാണുന്ന നീളത്തിലുള്ള പ്ലോട്ടിൻ്റെ വീതി വെറും 8.2 മീറ്ററാണ്. നീളം 24.6 മീറ്റർ വരുന്നുണ്ട്, പക്ഷേ വീതി വെറും 8.2 മീറ്ററാണ്. ടോട്ടൽ ഏരിയ വരുന്നത് 5 സെൻറ്റാണ്. ഈ പ്ലോട്ടിലേക്ക് ഒരു വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്റ്റിൽ ഫ്ലോർ വേണം, അതിൻ്റെ മുകളിൽ പിന്നെ 2 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്, 2 ഫ്ലോറിൽ 2 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്, 2 BHK റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ചെയ്യുക എന്നുള്ള ആവശ്യമായിട്ടാണ് അദ്ദേഹം നമ്മൾ അപ്രോച്ച് ചെയ്തത്. സൈറ്റ് കോൺടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസി നെയ്ബർഹുഡാണ്, തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. പ്ലോട്ട് ഇതേപോലെ നീളത്തിലാണ് കിടക്കുന്നത്. റോഡ് പോകുന്ന സൗത്ത് സൈഡിലൂടെയാണ്, സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതായത് നീളത്തിലുള്ള പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് കൊണ്ടുവരണം. അദ്ദേഹത്തിന് ഏകദേശം 4 അല്ലെങ്കിൽ 5 കാറുകൾ നമുക്ക് സ്റ്റേറ്റ് ഫ്ലോറിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം. പിന്നെ 2 BHK ആയിട്ടുള്ള 2 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് 2 ഫ്ലോറിൽ ചെയ്യാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഡിസൈൻ ചെയ്ത ഫ്ലോർ പ്ലാനാണിത്. ഇവിടെ നമുക്ക് 4 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് വരുന്നുണ്ട്, അതിൻ്റെ പുറകുവശത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. കിണർ വരുന്നത് ഈ ഒരു നോർത്ത് വെസ്റ്റ് കോൺട്രായിട്ടാണ്. റോഡ് പോകുന്നത് ഇത്തരത്തിലാണ്. പിന്നെ ഈ സ്റ്റെയർ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്നത് ഈ ഒരു 2 BHK റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം 2 ബെഡ്റൂംസിലും ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് ഒക്കെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഡോർ കഴിഞ്ഞ് കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിൽ നിന്ന് നേരെ പാസേജിലേക്ക് പോയിട്ട് 2 ബെഡ്റൂം ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സ്പേസസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ ഡൈനിങ് റൂം, ഒരു ഓപ്പൺ കിച്ചൺ, ലോണ്ടറി സ്പേസ്, വാഷ് ബേസിനൊക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ലേഔട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബാൽക്കണി നമ്മൾ വീണ്ടും ഫ്രണ്ട് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേ ലേഔട്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലും അപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂഫ് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ പാർട്ടി കണ്ടക്ട് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടയത്താണ്. ടോട്ടൽ ഏരിയ വരുന്നത് 2786 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.